Okay, all of you mark the attendance. അപ്പൊ അതിൽ നമുക്ക് പേജ് നമ്പർ 24 കണ്ടോ, ഓർമ്മിക്കാൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. വായിച്ചു നോക്കി എല്ലാവരും. പാഠത്തിന്റെ എന്തെങ്കില് ഓർമ്മിക്കാൻ കേൾക്കുന്നില്ലേ മക്കളെ? യെസ്. അപ്പൊ ഓർമ്മിക്കാൻ എന്നുള്ളതിൽ എന്താന്ന് നോക്കാം നമുക്ക്. മുൻവരി പല്ലു പോയ മോണ കാട്ടി ചിരിച്ചൊരാൾ. പിന്നെയോ, ചമ്രം പടഞ്ഞിരിക്കുന്ന പടം നീ കണ്ടീലയോ, ഇതാണ് ഗാന്ധി അപ്പൂപ്പൻ, ആരിലും പ്രിയമുള്ളവൻ. അല്ലെ, ഗാന്ധി അപ്പൂപ്പനെ പറഞ്ഞു എന്താണ്? മുൻവരി പല്ല് പോയ മോണ കാട്ടി ചിരിച്ചൊരാൾ. അല്ലെ, ചമ്രം പടഞ്ഞിരിക്കുന്ന പടം നീ കണ്ടില്ലയോ, ആരാണ്? ഗാന്ധി അപ്പൂപ്പൻ. നിങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് ഗാന്ധിജിയെ പറ്റി ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരുപാട് പേരുടെ ഈ മത്സരത്തിലൊക്കെ ഒരുപാട് പേര് എഴുതിയിരുന്നു. ഇത് പോസ്റ്റർ ഏതിലാണ് ആരൊക്കെയാ കുഞ്ഞു കുഞ്ഞു പിള്ളേരാന്ന് തോന്നുന്നു കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു ഗാന്ധിജിയുടെ പിക്ചർ തന്നെ, ഭഗത് സിംഗിന്റെയും ഒക്കെ. ഓക്കെ, അപ്പൊ ആ വരികൾ അത്. പിന്നെ അടുത്ത എന്താണ് നമുക്ക് മീനിങ് ആണ്. എന്ത്? നിർവീര്യമാക്കുക. ഇതൊക്കെ നമ്മൾ പറഞ്ഞാന്ന് തോന്നുന്നു. നിർവീര്യമാക്കുക, ശക്തി ഇല്ലാതാക്കുക, വസൂലാക്കുക, ഈടാക്കുക, ബഹിഷ്കരിക്കുക, പുറന്തള്ളുക. അനുചരന്മാർ, അനുയായികൾ, അതായത് കൂടെയുള്ളവർ. ലംഘിക്കുക, മറികടക്കുക. സന്നദ്ധ സംഘം, തയ്യാറായ സംഘം. നിത്യേന, ദിവസം തോറും. രൂക്ഷം, കഠിനം. കലാശിക്കുക, അവസാനിക്കുക. കലിയിളകുക, കോപം വർദ്ധിക്കുക. ഇത് നമ്മുടെ പാഠത്തിന്റെ സമയത്തായിരിക്കും അല്ലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഈ പാഠഭാഗം നല്ലപോലെ വായിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലേ? കുറെ പേര് വായിച്ചു അല്ലെ? അത് ക്വസ്റ്റ്യൻസ് നമ്മൾ മാർക്ക് ചെയ്തു എന്ന് തോന്നുന്നു. എനിക്ക് എവിടെയോ ഇല്ലേ? ആ, ഇനി അപ്പൊ കഴിഞ്ഞ പാഠത്തിന്റെ ക്വസ്റ്റ്യൻസ് മിസ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും എഴുതിയെടുത്തോ? അത് ഇനി എടുക്കാത്ത എത്ര പേരുണ്ട്? എഴുതിയെടുക്കാത്ത എത്ര പേരുണ്ട്? എഡ്വിൻ എഴുതിയില്ലേ? എഡ്വിൻ ഇന്നലെ രാത്രി ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു. അതെ അല്ലെ. ഗ്രേസ് എഴുതിയിട്ടുണ്ടാവില്ല. നെക്സ്റ്റ് പിന്നാരെ എഴുതാത്തെ? ഏഞ്ചലും എഴുതിയില്ലേ? ഏഞ്ചലല്ലേ ഒരുപാട് ഡൗട്ട് അതിനെ പറ്റി ചോദിച്ചു എന്നോട്. മിസ്സേ എന്താ മിസ്സേ? കഴിഞ്ഞ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഗ്രൂപ്പിലിട്ടത് എഴുതിയെടുത്തോന്ന് ഷിസ എഴുതി. ഓക്കെ, വെരി ഗുഡ്. അത് ഞാൻ ചെയ്തു മിസ്സേ. ഓക്കെ, അപ്പൊ എല്ലാവരും അത് എഴുതിയെടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ പാഠത്തിന്റെ പേര് എഴുതിയിട്ട് അതിന്റെ മീനിങ്, നെക്സ്റ്റ് ഓപ്പോസിറ്റ് വേർഡ്, പിന്നെന്താ ഉള്ളത്, പിരിച്ചെഴുതുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കണം. ഓക്കെ, അപ്പൊ അതില് മീനിങ് നമ്മളിപ്പോ പറഞ്ഞത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വിപരീത പദം എന്താണ്? ദ്രോഹിക്കുക. ദ്രോഹിക്കുക, അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? സഹായിക്കുക. വിൽക്കുക, വാങ്ങുക. ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലെ? ഉപേക്ഷിക്കുക, സ്വീകരിക്കുക. പിൽക്കാലം, മുൻകാലം. നെക്സ്റ്റ് വാക്യത്തിൽ പ്രയോഗിക്കുകയുണ്ട്. നിർവീര്യമാക്കുക, വസൂലാക്കുക, സംഘടിത ശക്തി, കലിയിളക്കുക. ആരുടേതാണ് അൺമ്യൂട്ട്? എന്തോ വരുന്നുണ്ടല്ലോ. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, യുദ്ധത്തിൽ ശത്രുവിനെ നിർവീര്യമാക്കാൻ എന്തും പ്രയോഗിക്കാം എന്നാണ് പ്രമാണം. അപ്പൊ നിർവീര്യമാക്കുക എന്നുള്ളത് അതിൽ വാക്യത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വസൂലാക്കുക, നികുതി വസൂലാക്കി എന്നുള്ളത് ഒരു വരിയത്തിലുണ്ട് പാഠത്തിൽ. വസൂലാക്കുക എങ്ങനെയാണ് നിങ്ങൾ വാക്യത്തിൽ പ്രയോഗിക്കുക? ഇങ്ങനെ മക്കളെ, കൃഷിക്കാരിൽ നിന്ന് 20% നികുതിയും 20% ഭൂനികുതിയും. ആരാ ചോദിച്ചേ ഇപ്പൊ എന്നോട്? മുഹമ്മദേ, എവിടെയായിരുന്നു മുഹമ്മദേ? ഓക്കെ, ഇപ്പൊ പേജ് നമ്പർ
25-ലെ വാക്യത്തിൽ പ്രയോഗിക്കുകയാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു പിടി ഒപ്പും ഒരു സാമ്രാജ്യവും എന്നുള്ള പാഠത്തിന്റെ വാക്യത്തിൽ പ്രയോഗിക്കുക. ഗ്രേസ് അവിടെ ആരോടാ ഇത്ര കാര്യമായിട്ട് സംസാരിക്കുന്നേ? ഭയങ്കര തിരക്കുണ്ടോ? ഇല്ല അല്ലെ? അപ്പോ വാക്യത്തിൽ പ്രയോഗിക്കയിൽ ഒന്നാമത്തേത് നിർവീര്യമാക്കുക. എന്താണ് നിർവീര്യമാക്കുക? യുദ്ധത്തിൽ ശത്രുവിനെ നിർവീര്യമാക്കാൻ എന്തും പ്രയോഗിക്കാം എന്നാണ് പ്രമാണം. ഒന്നാമത്തത്. രണ്ടാമത്തത് വസൂലാക്കുകയാണ്. എന്താണ്? കൃഷിക്കാരിൽ നിന്ന് 20% ഭൂനികുതിയും 30% ഉപ്പ് നികുതിയും വസൂലാക്കി. അല്ലെ? വസൂലാക്കുക എന്നുള്ളത് വേണമെങ്കിൽ അങ്ങനെ വാക്യത്തിൽ പ്രയോഗിക്കാം. റിഹാനെ കേൾക്കുന്നുണ്ടോ? റിഹാനെ കാണാറേ ഇല്ല. എല്ലാരും ഒന്ന് കണ്ടോ കേട്ടോ റിഹാനെ വേണമെങ്കിൽ. റിഹാൻ നാട്ടിലെത്തിയോ റിഹാനെ? അതെ അല്ലേ? ഓക്കെ. ഇനി കൃത്യമായ ക്ലാസ് കയറണേ. നെക്സ്റ്റ് എന്താ? സംഘടിത ശക്തി. എന്താണ് വാക്യത്തിൽ പ്രയോഗിക്കുന്നത്? നോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഞാനിവിടെ ഇത് ഏത് എഴുതിയില്ല റിഹാൻ? 1ഉം 2ഉം എഴുതി, ബാക്കിയൊന്നും എഴുതിയില്ല. 1ഉം 2ഉം എഴുതിയുള്ളൂ. ഓക്കെ. ആരാണൊന്ന് കൊടുക്കുക നോട്ട്? റിഹാൻ ആരാ? എഡ്വിൻ കൊടുക്കോ? ആരാണ് കൊടുക്കാൻ പറഞ്ഞിപ്പോ? മുഹമ്മദ് ആണോ? ഓക്കെ. എന്നാ റിഹാൻ മുഹമ്മദിനോട് നോട്ട് അയച്ചു കൊടുക്കാൻ ചോദിക്കണം കേട്ടോ. നോട്ടൊന്ന് അയച്ചു കൊടുക്കണേ മുഹമ്മദ്. പിന്നെ ടെസ്റ്റിന് വർക്കൊന്നും എഴുതിയിട്ടില്ല, അത് അയച്ചു തരാൻ പറയാം. ഓക്കെ. ആരെങ്കിലും ഒരാളൊന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. മുഹമ്മദ് കൊടുക്കുന്ന് പറഞ്ഞിട്ടുണ്ട്. കൊടുക്കോ മുഹമ്മദേ? അല്ലെങ്കിൽ എഡ്വിനോ പന്നയോ ആരെങ്കിലും ഒരാള് എഴുതി വരും. നോട്ട് കംപ്ലീറ്റ് ആയ ആരെങ്കിലും ഒരാള് അയച്ചു കൊടുക്കണം കേട്ടോ. നമ്പർ ഇല്ല. മുഹമ്മദിനുണ്ടോ നമ്പർ? എഡ്വിനില്ലേ? എഡ്വിൻ. യെസ്. നെക്സ്റ്റ് സംഘടിത ശക്തി. എങ്ങനെയാണ് വാക്യത്തിൽ പ്രയോഗിക്കുക? സംഘടിത ശക്തി എങ്ങനെയാണ് വാക്യത്തിൽ പ്രയോഗിക്കുക? ആർക്ക് പറയാൻ പറ്റും? പ്രത്യേകിച്ച് അതിനൊരു ഹെഡിങ് അതിൽ തന്നെ ഉണ്ട് വരികൾ. ഗാന്ധിജി, നെഹ്റു, പട്ടേൽ മുതലായവരുടെ നേതൃത്വത്തിന് ജനങ്ങൾ ഒരു സംഘടിത ശക്തിയായി മുന്നേറി. അല്ലേ? നെക്സ്റ്റ് കലിയിളകുക. കലിയിളകുക എങ്ങനെയാ? ആർക്കും എന്താ ഒന്നും പറയാനില്ലേ? ടെക്സ്റ്റ് വായിച്ചിട്ടേ ഇല്ലേ? ആർക്കാ കലിയിളകിയത്? ഇതിലൊരു വരിയുണ്ടല്ലോ. അല്ലാതെയും പറയാം. അല്ലാതെയും പറയാം. ആർക്കാ കലിയിളകി? ജോസി ഇപ്പൊ പറയും. ജോസിക്ക് ഇതിലെങ്കിലും കലിയിളകി പറയും അല്ലേ ജോസി? പറഞ്ഞോ? നിങ്ങൾക്ക് വാക്യത്തിൽ പ്രയോഗിക്കാൻ പറ്റിയാൽ മതി ആ ഒരു പദം. ഞാൻ പറയട്ടെ? പറഞ്ഞു. ഇന്ത്യയിൽ എല്ലായിടത്തും മാതൃകയുള്ള ഇതുപോലെ തന്നെ എന്ത് സംഘടിത ശക്തികളായ എല്ലാരും മുന്നേറിയ സമയത്ത് അല്ലെ? ഇതുപോലെ തന്നെ എന്ത് ഓരോ ഭാഗത്തും ഉപ്പ് സത്യാഗ്രഹങ്ങള് അങ്ങനത്തെ പുറപ്പെട്ട സമയത്ത് ആർക്ക്? വൈസ്രോയിക്ക് കലി ഇളകി എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ? നെക്സ്റ്റ് അത്രേ ഉള്ളൂ അല്ലെ? അതില് നിർവീര്യമാക്കുക, വസൂലാക്കുക, സംഘടിത ശക്തി, കലിയിളകുക. നെക്സ്റ്റ് പേജ് എന്താ? പിരിച്ചെഴുതാം. പറഞ്ഞ മോളെ. തേർഡ് ലെസന്റെ വാക്യത്തിൽ പ്രയോഗിക്കുന്നത് അല്ലെ? ഞാൻ അന്ന് ക്വസ്റ്റ്യൻ ആൻസറിന്റെ കൂടെ തരണം എന്ന് വിചാരിച്ചു, വിട്ടുപോയി. ഓക്കെ. അപ്പൊ അതും ഇതും ഉണ്ട് അല്ലെ? ഇനി നെക്സ്റ്റ് അവയിലൊന്ന്. എങ്ങനെയാണ് അവയിലൊന്ന്? അത് അവിടെ തന്നിട്ടുണ്ട് അല്ലെ? അവയിൽ അധികം ഒന്ന് എഴുതിക്കോ. അത് അവിടെ ഉണ്ട്. അധികം എന്നുള്ള പ്ലസ് ചിഹ്നം ഇടണം കേട്ടോ. എന്നതായിരുന്നു. എങ്ങനെയാ പിരിച്ചെഴുതുക? ഓക്കെ. എന്നത് അധികം ആയിരുന്നു. എഴുതാൻ അറിയില്ലേ എല്ലാവർക്കും? അറിയാത്തവരുണ്ടോ? ഏബൽ ബിനോയും ഗ്രേസും ഒന്ന് വീഡിയോ ഓണാക്കിയേ. മുഹമ്മദ് കെയും
അത് പോരാ. ഗ്രേസ്. ഗ്രേസ് അവിടെ ഇല്ലേ? ഓക്കെ. ആ എങ്ങനെ എഴുതുക? എഴുതാൻ അറിയില്ലെങ്കിൽ പറയാം കേട്ടോ. എന്നത് അധികം ആയിരുന്നു, എന്നതായിരുന്നു. തെറ്റിക്കരുത് പിരിച്ചെഴുതുമ്പോ. മടങ്ങിയെത്തുക. എങ്ങനെയാ മടങ്ങിയെത്തുക എഴുതുക? മടങ്ങി അധികം എത്തുക. എഴുതിയോ എല്ലാവരും? യെസ്. എഴുതാൻ അറിയില്ലെങ്കിൽ പറയണേ, തെറ്റിക്കരുത്. അടുത്തത് കലി ഇളകി. എങ്ങനെയാ പിരിച്ചു എഴുതുക? കലി പ്ലസ് ഇളകി. കലി പ്ലസ് ഇളകി. കലി ഇളകി. എഴുതാൻ അറിയാലോ? ഏബൽ പോയോ? ഏബൽ. കലി അധികം ഇളകി. കലി ഇളകി. ഓക്കെ. നെക്സ്റ്റ് എന്താ വരുന്നത്? ചേർത്ത് എഴുതുക അല്ലെ? ചേർത്ത് എഴുതുക. എഴുതിയിട്ടുണ്ടോ എല്ലാവരും? കലി അധികം ഇളകി. ഇ ഒരാക്ഷരമില്ല, ഈ എഴുതണം കേട്ടോ. ഞാൻ എഴുതാൻ പാടില്ല. ജോസി എഴുതിയത് ശരിയല്ലേ? അതാ മടങ്ങി എത്തുക എന്നത് പ്ലസ് ആയിരുന്നു, അവയിൽ പ്ലസ് ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. അത് കറക്റ്റ് ആണ് ജോസി എഴുതിയത്. അന്ന റോസ് എഴുതിയത് അത്ര ക്ലിയർ ആവില്ല. പെൻഷൻ ഉണ്ടായിട്ടാണോ? കറക്റ്റ് അല്ലേ അന്ന? ഓക്കെ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാണിച്ചത് ഞാൻ ക്ലിയർ ചെയ്തതാ. കൊടുത്തു. മുഹമ്മദ്. എന്നത് അധികം ആയിരുന്നു. അടുത്തത് മടങ്ങി പ്ലസ് എത്തുക. ഓക്കെ. അടുത്തത് കലി പ്ലസ് ഇളകി. കറക്റ്റ് ആണ്. അതിലെഴുതിയോ? അതിലെ കൺഫ്യൂഷൻ ഉണ്ടോ എഴുതാൻ? ഇല്ല അല്ലെ? ഉണ്ടെങ്കിൽ പറയണം, ഞാൻ എഴുതിത്തരാം. അടുത്തത് ചേർത്ത് എഴുതുകയാണ്. ചേർത്ത് എഴുതുക. ആവണി എഴുതിയിട്ടില്ല. ഓക്കെ, വെരി ഗുഡ്. കലി പ്ലസ് ഇളകി. ഓക്കെ, മടങ്ങി എത്തും. എങ്ങനെ എഴുതുക? ഇത് അധികം ഒന്നും ആണെന്ത്? ഇതൊന്നും. അനുവദിച്ചു അധികം ഇല്ല അല്ലെ? എന്താ വരുക? എങ്ങനെ വരും? ഇരട്ടിപ്പ്. അനുവദിച്ചില്ല. ഇനി എത്തിച്ചേരുക. എങ്ങനെ വരും? ഇച്ഛ അവിടെയും. എത്തിച്ചേരുക. എത്തിച്ചേരുക. എല്ലാ പ്ലസ് ഇടത്തും, എല്ലായിടത്തും. എങ്ങനെ വരുക? ഷിസ എഴുതിയോ? ഷിസ ഈ വരുന്നതിന് എല്ലായിടത്തും. എത്തിച്ചേരുക ഒന്ന് കാണിച്ചു തരോ? ഓക്കെ. എത്തിച്ചേരുക. എഴുതി മിസ്സേ. ഓക്കെ. എത്തിച്ചേരുക എഴുതിയോ? ഓക്കെ, എത്തിച്ചേരുക എഴുതിയോ? നെക്സ്റ്റ് എഴുതി. എല്ലായിടത്തും. എല്ലാ പ്ലസ് ഇടത്തുന്നുള്ളത് എല്ലായിടത്തുനിന്ന് വരും. മിസ് അത് ഈ മാറിയിട്ട് ഈ ഓക്കെ, യാ ആവും. യാ. എല്ലായിടത്തും. ഓക്കെ, ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് വൺ ജനക്കൂട്ടം. എന്ത് ചെയ്യും? ഇരട്ടിക്കും. ജനക്കൂട്ടം.
മിസ് ജനക്കൂടെന്ന് വരുമ്പം കൂട്ടത്തിന് ഇക്ക കൂട്ടിയാ പോരെ? ഓക്കെ, ദിത്ത് സന്ധ്യ. ജനക്കൂട്ടം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ വരുക? തടയുക പ്ലസ് ഇല്ല, തടയുകയില്ല. വെരി ഗുഡ്. ഇവിടെ എഴുതുന്നുണ്ട്, കാണൂലേ? കാണാം മിസ്. ഇല്ലായുടെ അവിടെ യാ വന്നാ പോരെ? തടയുക ഇല്ല. ഓക്കെ, യാ വരും. ഓക്കെ, ക്ലിയർ ആയില്ലേ മക്കളെ? എഴുതി കഴിഞ്ഞോ? ഓ, എല്ലാവരും എഴുതിയല്ലോ. നെക്സ്റ്റ് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. ഓക്കെ, അതിലൊന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയതാ അന്ന് പറഞ്ഞില്ലേ? ഓക്കെ, ടെസ്റ്റ് അടയാളപ്പെടുത്തിയില്ലേ? ഓക്കെ, എഴുതിത്തരാം ഞാൻ കേട്ടോ അത്. അപ്പൊ ഇത് ഫിനിഷ് ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, ക്വസ്റ്റ്യൻസും അടയാളപ്പെടുത്തിയല്ലേ? അപ്പൊ ഇനി അടുത്ത പാഠത്തിലേക്ക് പോകാം അല്ലെ? അടയാളപ്പെടുത്തിയല്ലേ മക്കളെ? ഓർമ്മയില്ലേ എല്ലാവർക്കും? വേണമെങ്കിൽ ഒന്നുകൂടി വായിക്കാം. ഇംഗ്ലീഷുകാർ ഇന്ത്യക്കാരെ ദ്രോഹിച്ചു തുടങ്ങിയത് എന്ന് മുതലാണ്? കച്ചവടത്തിന് വന്ന ഇന്ത്യക്കാർ ഇംഗ്ലീഷുകാർ ഇന്ത്യയുടെ ഭരണാധികാരികളായി മാറിയത് മുതലാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യക്കാരെ ഉപദ്രവിച്ചു തുടങ്ങിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? രണ്ടാമത്തത് കണ്ടില്ലേ മക്കളെ? ഫസ്റ്റ് പാരഗ്രാഫിന്റെ ഫസ്റ്റ് ആദ്യം വരുന്നതാണത്. രണ്ടാമത്തത്, അവർ നിർവീര്യമാക്കിയത് എന്തെല്ലാമാണ് അവർ നിർവീര്യമാക്കിയത്? ഇവിടുത്തെ പരമ്പരാഗത ഇവിടുത്തെ എന്ന് പറയുമ്പോ ഇന്ത്യയിലെ പരമ്പരാഗത ഗ്രാമ വ്യവസായങ്ങളെയും തൊഴിലുകളെയുമാണ് ആര്? ബ്രിട്ടീഷുകാരെ നിർവീര്യമാക്കിയത്. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താ? എന്തുകൊണ്ടാണ് ദേശീയ നേതാക്കൾ പ്രതിഷേധിച്ചത്? എന്തുകൊണ്ടാ? ഇംഗ്ലണ്ടിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ വൻവിലയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയും എന്താ ചെയ്തേ? അവരെന്ത് ചെയ്തു? ഇംഗ്ലണ്ടിൽ ഉണ്ടാക്കിയ സാധനങ്ങള് വൻവിലക്ക് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിറ്റു അല്ലെ? അങ്ങനെ ജനങ്ങളിൽ നിന്ന് വൻ നികുതി പിടിച്ചു. കൃഷിക്കാരിൽ നിന്ന് 20% ഭൂനികുതിയും പിന്നെയോ 30% ഉപ്പ് നികുതിയും വസൂലാക്കി. ഇങ്ങനെയാണ് എന്ത്? ഇതിനെതിരെയാണ് ദേശീയ നേതാക്കൾ പ്രതിഷേധിച്ചത്. പറഞ്ഞോ? മാർക്ക് ചെയ്ത് നോക്കി തന്നെ ക്വസ്റ്റ്യൻസ് എഴുതട്ടെ? നിങ്ങൾ എഴുതുവോ ഒറ്റക്ക്? എഴുതണമെങ്കിൽ നല്ല കാര്യമായിരുന്നു. പക്ഷെ നിങ്ങൾ എഴുതാതിരിക്കുവോ? കുറെ പേര് ഇതാണ് എനിക്ക്. കുറച്ചുപേര് എഴുതും. എഴുതിയിട്ട് നിങ്ങൾ എഴുതുവോ ഒന്ന് ആൻസർ? ഇപ്പൊ മാർക്ക് ചെയ്തത് വെച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിട്ട് ഇടുവോ? എനിക്ക് ഫോട്ടോ സെൻഡ് ചെയ്ത് തരുമോ? യെസ്. അപ്പൊ എല്ലാവരും ഒന്ന് എഴുതി നോക്ക് കേട്ടോ. സ്വന്തമായി പഠിക്ക് കുറച്ചൊക്കെ. ഞാൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലെ മാർക്ക് ചെയ്താൽ പറയുന്നുണ്ട്. അപ്പൊ മാർക്ക് ചെയ്യും. 1, 2, 3 ഇപ്പം പറഞ്ഞു. നെക്സ്റ്റ് നാലാമത്തത്, ജനങ്ങൾ സംഘടിത ശക്തിയായി മുന്നേറിയത് ആരുടെയെല്ലാം നേതൃത്വത്തിലാണ്? നമ്മൾ മാർക്ക് ചെയ്താണ്. ഗാന്ധിജി. കണ്ടോ? രണ്ടാമത്തെ പാരഗ്രാഫ്. ഫസ്റ്റ് രണ്ടാമത്തെ പാരഗ്രാഫ്, ഗാന്ധിജി, നെഹ്റു, പട്ടേൽ മുതലായവരുടെ നേതൃത്വത്തിലാണ് ജനങ്ങൾ സംഘടിത ശക്തിയായി മുന്നേറിയത്. അടയാളപ്പെടുത്താൻ ഇടക്കിടക്ക് കട്ടായിക്കൊണ്ടിരിക്കുന്നു. മുഹമ്മദിനാ? അടുത്ത്, ഗാന്ധിജി വൈസ്രോയിക്ക് എഴുതിയ കത്തിന്റെ ഉള്ളടക്കം എന്തായിരുന്നു? അടയാളപ്പെടുത്തിയതൊന്ന് അയച്ചറിഞ്ഞേ. ഉള്ളടക്കം എന്തായിരുന്നു? താങ്കളുടെ പ്രതിമാസ ശമ്പളം 21,000 രൂപയാണ്. അതായത് ദിവസം 200 രൂപ. ഒരു ഇന്ത്യക്കാരന്റെ ശരാശരി വരുമാനം വെറും 2 രൂപ. കേവലം
രൂപ. ഇന്ത്യക്കാരെ കൊള്ളയടിക്കുന്ന ഈ രീതി അങ്ങ് ഉപേക്ഷിക്കണം. ഇന്ത്യക്കാരെ കൊള്ളയടിക്കുന്ന ഈ രീതി അങ്ങ് ഉപേക്ഷിക്കണം. അതാണ് ഗാന്ധിജിയുടെ കത്തിന്റെ ഉള്ളടക്കം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? എത്ര ആവശ്യങ്ങളാണ് ഗാന്ധിജി കത്തിൽ ഉന്നയിച്ചിരുന്നത്? എത്ര ആവശ്യങ്ങളാ? ആവശ്യങ്ങളാണ് ഗാന്ധിജി കത്തിൽ സൂചിപ്പിച്ചത്. 11 ആവശ്യങ്ങളാണ് ഗാന്ധിജി കത്തിൽ ഉന്നയിച്ചിരുന്നത് അല്ലെ? ഓക്കെ, ഇവിടെ റിഹാൻ മുഹമ്മദ് കെ, ആവണി സന്തോഷ്, ഗ്രേസ്, ടേൺ ഓൺ യുവർ വീഡിയോ. നിങ്ങൾ വീഡിയോ ഓഫ് ആക്കി എന്തിനായിരിക്കുന്നു മക്കളെ? ഓക്കെ, നെക്സ്റ്റ്, ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹത്തിന് പുറപ്പെട്ടത് എന്ന്, എവിടെ നിന്ന്, എവിടേക്ക്? എന്നാണ് ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹത്തിന് പുറപ്പെട്ടത്? പാഠം എടുക്കുന്ന സമയത്ത് ഗ്രേസ് ഉണ്ടായിരുന്നില്ല ഗ്രേസ്, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി പറയുവാണ്. അപ്പൊ ശ്രദ്ധിക്കാതിരുന്നാൽ നിങ്ങൾക്ക് തന്നെ ദോഷം. പറഞ്ഞോ. 1930 മാർച്ച് 1930 12-ാം തീയതി. ഇതെവിടെയാന്ന് കണ്ടോ? 3-ാമത്തെ പാരഗ്രാഫിന്റെ നടുക്ക്, ഏകദേശം നടുക്കായി വരും. 1930 മാർച്ച് 12-ാം തീയതി സബർമതിയിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് അല്ലെ? അപ്പൊ എന്നായിരുന്നു, എവിടെ നിന്നായിരുന്നു പുറപ്പെട്ടത്, എവിടേക്കായിരുന്നു? ആ 3 ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് 1930 മാർച്ച് 12-ാം തീയതി സബർമതിയിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക്. ഓക്കെ, നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഗാന്ധിജി എന്ത് പ്രസ്താവനയാണ് ഇറക്കിയത്? എന്ത് പ്രസ്താവനയായിരുന്നു ഗാന്ധിജി ഇറക്കിയത്? ഗവൺമെന്റിനെ പുറത്താക്കാൻ അല്ല, അത് തന്നെ, ഗവൺമെന്റിനെ പുറത്താക്കാൻ ശ്രമിക്കുന്ന ഈ സമരത്തിൽ എന്ത് ചെയ്യണം? ഇന്ത്യക്കാരൊക്കെ പങ്കുചേരണമെന്നാണ് ഗാന്ധിജി പ്രസ്താവന ഇറക്കിയത്. അതും അതേ പാരഗ്രാഫിൽ തന്നെ തൊട്ടടുത്ത് ബാക്കിയായിട്ട് അവിടെ പോയില്ലേ, അടുത്ത അതേ പാരഗ്രാഫിൽ തൊട്ടടുത്ത സെന്റൻസ്, ദണ്ഡി കടലോളം 24 ദിവസം എടുത്തു എന്നൊക്കെ ഉള്ളതിന്റെ അടുത്ത് തന്നെ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? കേരളത്തിൽ ആരുടെ നേതൃത്വത്തിൽ എന്നാണ് ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത്? ആരുടെ? ഏപ്രിൽ 11-ാം തീയതി കേരളത്തില് ആരുടെ നേതൃത്വത്തിലാണ്? കെ കേളപ്പന്റെ നേതൃത്വത്തിലാണ് ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത് അല്ലെ? എന്നാണെന്നുണ്ട്. എന്നാണ്? 1930 ഏപ്രിൽ 13-ാം തീയതി. അതെവിടെയാന്ന് കണ്ടോ മക്കളെ? 23, പേജ് നമ്പർ 23, ലാസ്റ്റ് പാരഗ്രാഫ് ഉണ്ടോ? അവസാന അടിയിലുള്ളത്, ഉപ്പു സത്യാഗ്രഹത്തിന്റെ അലയടികൾ കേരളത്തിലും ഉണ്ടായി. 1930 ഏപ്രിൽ 13-ാം തീയതി കെ കേളപ്പന്റെ നേതൃത്വത്തിലാണ് കേരളത്തിൽ ഉപ്പു നിയമം ആരംഭിച്ചത് അല്ലെ? അതാണ് അതിന്റെ ആൻസർ. പറ്റാത്തവരുണ്ടെന്ന് തോന്നുന്നു അല്ലെ കണ്ടുപിടിക്കാൻ? പാഠഭാഗം വായിച്ചിട്ടേ ഇല്ലാത്തവർക്ക് ഒട്ടും ഓർമ്മയുണ്ടാവില്ല. ഇനി 10-ാമത്തത്, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കന്മാർ ആരെല്ലാം? ആരെല്ലാമാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തില്? പി കൃഷ്ണപിള്ള എന്നിവരാണ് 9 മാസത്തെ കഠിന തടസ്സം. വെരി ഗുഡ്, വെരി ഗുഡ്. 24, പേജ് നമ്പർ 24-ല് 2-ാമത്തെ പാരഗ്രാഫ്, 24-ാമത്തെ പേജില് 2-ാമത്തെ പാരഗ്രാഫിൽ ഏകദേശം നടുക്കായി വരും. കെ കേളപ്പൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, TR കൃഷ്ണസ്വാമി അയ്യർ, കെ മാധവൻ, RV ശർമ്മ, പി കൃഷ്ണപിള്ള തുടങ്ങിയവരാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് പങ്കെടുത്ത നേതാക്കൾ. അതാണ് 10-ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി 11-ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? ഉപ്പു സത്യാഗ്രഹം അവസാനിച്ചത് എങ്ങനെയായിരുന്നു ഉപ്പു സത്യാഗ്രഹം അവസാനിച്ചത്? ഒടുവിൽ ഗാന്ധി ഇർവിൻ സന്ധ്യ പ്രഭാഷണം നടന്നു. ഇതോടെ സിവിൽ നിയമ ലംഘനം പിൻവലിക്കപ്പെട്ടു. ബ്രിട്ടീഷ് സാധനങ്ങൾ വിൽപ്പന ഇന്ത്യയിൽ തുടരുകയില്ല, തടയരുതെന്ന് തീരുമാനിച്ചു. ഓക്കെ, ലാസ്റ്റ് പാരഗ്രാഫ്, അതായത് എൻഡിങ്ങില് പാഠത്തിന്റെ അവസാനം ഗാന്ധി ഇർവിൻ സന്ധി
സംഭാഷണം നടന്നു. ഇതോടെ സിവിൽ നിയമ ലംഘനം പിൻവലിക്കപ്പെട്ടു. ബ്രിട്ടീഷ് സാധനങ്ങളുടെ വിൽപ്പന ഇന്ത്യയിൽ തടയുകയില്ലെന്ന് തീരുമാനമായി. മർദ്ദനമുറവുകൾ അവസാനിപ്പിക്കാമെന്ന് സർക്കാരും സമ്മതിച്ചു. സ്വന്തമായി ഉപ്പുണ്ടാക്കാൻ ജനങ്ങളെ അനുവദിക്കുകയും ചെയ്തു. എല്ലാ സത്യാഗ്രഹ തടവുകാരെയും അതോടെ മോചിപ്പിച്ചു. ഇങ്ങനെ ഉപ്പ് സത്യാഗ്രഹം വൻ വിജയത്തിൽ കലാശിച്ചു. ഇതാണ് അതിന്റെ ആൻസർ, ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ. പിന്നെ അനുബന്ധ പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട്. എന്ത്? ഗാന്ധിജി നടത്തിയ സ്വാതന്ത്ര്യ സമരത്തിൽപ്പെട്ട മറ്റൊരു സംഭവം എഴുതുക. ഉപ്പ് സത്യാഗ്രഹം അല്ലാതെ മറ്റൊരു സംഭവം എഴുതുക. നിങ്ങളൊന്ന് നോക്കി നോക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മുടെ സമയം അത്രേ ഉള്ളൂ ഇനി. അപ്പൊ അടുത്ത എന്താണ് പാഠം അറിയോ എല്ലാവർക്കും? ഈ പാഠത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് മിസ് എഴുതി തരുന്നത് വേണമെങ്കിൽ എഴുതി തരാം. അതുവരെ ഇത് അർത്ഥവും ഓപ്പോസിറ്റ് വേർഡ് പിരിച്ചെഴുതുക, ചേർത്തെഴുതി, ഇതൊക്കെ എഴുതണം കേട്ടോ. ഓക്കെ. ബാക്കി ഞാൻ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ സെൻഡ് ചെയ്ത് തരാം. കാരണം പല കുട്ടികളും എഴുതൂല. ഒറ്റയ്ക്ക് എഴുതാൻ പറഞ്ഞാൽ പല കുട്ടികളും എഴുതൂല. അതാണ് പ്രശ്നം. അപ്പൊ നമുക്കിന്ന് നാളെയും എന്താണ് ഒറ്റയ്ക്ക് എഴുതാൻ പറ്റുമോ? കുറെ പേര് എഴുതും. അതില് നേരെ എന്നോട് കൈകൊണ്ടാക്കിയില്ല മിസ് എഴുതാൻ പറ്റില്ല. അടുത്തടുത്ത് നിങ്ങൾ ഇനി സ്വന്തമായിട്ട് എഴുതണം. നിങ്ങൾ 6th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ആയില്ലേ? ഇപ്പൊ സ്വന്തമായി ആൻസർ, ഇപ്പൊ 8ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും കുട്ടികള് സ്വന്തമായിട്ട് എഴുതും. ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അവർ സ്വന്തമായിട്ട് എഴുതുന്നു കേട്ടോ. നോക്കാം, ഞാൻ പറ്റുമെങ്കിൽ എഴുതരും കേട്ടോ. അപ്പൊ നമുക്ക് നളനും അരയന്നവും എന്ന 6ാമത്തെ ലെസൺ ആണ് ഇനി നമുക്ക് എടുക്കാറുള്ളത്. നളനും, എന്താണ് പാഠത്തിന്റെ പേര്? നളനും അരയന്നവും അല്ലെ? അരയൻ എന്ന് പറഞ്ഞാലാ ഹംസം അല്ലേ? ഓക്കെ. നളനെ അറിയോ നിങ്ങൾക്ക്? നള മഹാരാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അറിയാം അല്ലേ? കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ കുഞ്ചൻ നമ്പ്യാറാണ് ഇത് എഴുതിയിട്ടുള്ളത് അല്ലെ? കുഞ്ചൻ നമ്പ്യാറിൻ്റെതാണ്. നളചരിതം ഓട്ടൻതുള്ളിലത്താണ് ഈ വരികൾ. കുഞ്ചൻ നമ്പ്യാറുടെ ഓട്ടൻതുള്ളിൽ കേട്ടിട്ടുണ്ടോ നിങ്ങള്? കുഞ്ചൻ നമ്പ്യാർ ആരാ? തുള്ളൽ പ്രസ്ഥാനത്തിന്റെ വെരി ഗുഡ്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ജനയിതാവായ മഹാകവി. 1705 തിരുവില്ലാമലക്കടുത്തുള്ള കിള്ളിക്കുറിശി മംഗലം എന്ന സ്ഥലത്ത് ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു കേട്ടോ. വിശ്വാസേ ഉള്ളൂ. 100ഓളം തുള്ളൽ കൃതികളുടെ കർത്താവാണ്. കല്യാണ സൗഗന്ധികം, കിരാതം, ഘോഷയാത്ര, നളചരിതം, സ്യമന്തകം എന്നിവ അക്കൂട്ടത്തിൽ പെടും. ശ്രീകൃഷ്ണചരിതം, മടുപ്രവാളം, പഞ്ചതന്ത്രം, കിളിപ്പാട്ട്, 14 വൃത്തം എന്നിവയും രചിച്ചിട്ടുണ്ട്. 1770 മൃതി അടയുക. മൃതി അടയുക പറഞ്ഞ എന്താ? മൃതി മരിക്കുക അല്ലെ? മരണമടയുക. അതാണ് കുഞ്ചൻ നമ്പ്യാരെ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ? കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിൽ എഴുതുന്നത് അത് ആരാ? കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എഴുത്തച്ഛൻ കേട്ടോ മക്കളെ. കുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കേട്ടോ. അപ്പൊ എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ. പിന്നെ പ്രശസ്തമായ കൃഷ്ണഗാഥ രചിച്ച കവി കൃഷ്ണഗാഥ എന്ന ആര്? ചെറുശ്ശേരി. വെരി ഗുഡ്, ചെറുശ്ശേരി. അപ്പോ ഇവരാണ് ആര്? ആരാ ഈ 3 കവികള്? ഏതിലാ ഉൾപ്പെടുന്നത്? ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ. ഇവര് 3 പ്രാചീന കവിത്രയത്തിൽപ്പെടുന്ന കവികളാണ്. ഞാൻ ഏത് പാടെടുക്കുമ്പോൾ നിങ്ങളോട് കഴിഞ്ഞ വർഷം മുതലേ പറയുന്ന കാര്യമാണ് എന്ത്? ചെറുശ്ശേരിനെ പറ്റിയിട്ടും പ്രാചീന കവിത്രയങ്ങളെ പറ്റിയും ആധുനിക കവിത്രയങ്ങളെ പറ്റി ഇപ്പോഴും ചോദിച്ചറിയില്ല. എന്താണ് മിസ്സേ? ആരാ വിളിച്ചേ?
മിസ് ഒരു പിടി ഉപ്പും ഒരു സാമ്രാജ്യം എന്നുള്ളതിന്റെ ചേർത്ത് എഴുതുകയില്ലേ, അതിന്റെ അനുവദിച്ചു പ്ലസ് ഇല്ല എനിക്ക് കിട്ടിയില്ല. ഓഹോ, ഇവിടെ നമ്മൾ അതും കഴിഞ്ഞ് അടുത്ത പാഠം സ്റ്റാർട്ട് ചെയ്തു. അനുവദിച്ചില്ല, അനുവദിച്ചു പ്ലസ് ഇല്ല, അനുവദിച്ചില്ല. എവിടെയാ രണ്ടാമത്തത്? ഞാൻ എഴുതുന്നല്ലോ. എവിടെയാണ് ഏഞ്ചലെ? ഞാൻ എഴുതിയില്ല. ഇല്ല, എത്തിച്ചേരുക മുതലാ എഴുതിയത്. അനുവദിച്ചു പ്ലസ് ഇല്ല, അനുവദിച്ചില്ല. എഴുതാൻ അറിയില്ലേ ഏഞ്ചലിനെ? സ്ക്രീൻ കാണുന്നില്ല. യെസ്, എഴുതിക്കോ. ആർക്കാ സ്ക്രീൻ കാണാത്തെ? ഇതൊരു ബ്ലാക്ക് ആയിട്ട് കാണുന്നില്ല? അതെയാ, ഓക്കെ. എന്നാ നെറ്റിന്റെ എന്തോ പ്രശ്നമായിരിക്കാം മോളെ. ബാക്കിയുള്ളവർക്ക് കാണുന്നുണ്ടോ? യെസ് മിസ്. യെസ്, വെരി ഗുഡ്. അപ്പൊ നമ്മള് ഇത് നളനും അരയനവും എന്ന പാഠഭാഗത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചും ചെറുശ്ശേരിയെ കുറിച്ചും പിന്നെ ആരെയാ എഴുത്തച്ഛനെ കുറിച്ചും പഠിച്ചത്. പ്രാചീന കവിത്രയത്തിൽപ്പെട്ട കവികളാണ് ഇവര്, അല്ലേ? കവിത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ 3 പേരാണ്. ത്രയം എന്ന് പറഞ്ഞാൽ 3. 3 പേരെ കുറിച്ചാണ് പറഞ്ഞത്. ആരൊക്കെ? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, അല്ലെ? കുഞ്ചൻ നമ്പ്യാരുടെ ഒരു പോയ നമുക്കിന്ന് പഠിക്കാനുള്ളത് തുള്ളപ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന കവി. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാ? എഴുത്തച്ഛൻ. എല്ലാ പാഠത്തിന്റെ ഫ്രണ്ടിലും ഞാൻ ഇങ്ങനെ ആവർത്തിച്ചോണ്ടിരിക്കും, അല്ലേ? വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പോയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് കേട്ടോ. കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചിട്ട് അല്ല, അവരെ കുറിച്ചല്ല, അവരുടെ ഒരു പോയാണെന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്കിത് അടുത്ത ക്ലാസ്സിൽ നളനും അരയന്നവും എന്ന ഈ പോയം സ്റ്റാർട്ട് ചെയ്യും, അല്ലെ? ഓട്ടൻതുള്ളലിന്റെ ഒരു രീതിയിലാണ് ഇത് ചൊല്ലേണ്ടത് കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് പഠിക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് ജസ്റ്റ് വായിച്ചിട്ട് വരണം കേട്ടോ പാഠഭാഗം. അതുപോലെ ഇനി ഞാൻ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ടിലേക്ക് എഴുതും. ഞാൻ ഇപ്പൊ വായിക്കണമെങ്കിൽ സമയമില്ല, 1 മിനിറ്റേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വായിച്ചെടുക്കാം നല്ല വൃത്തിക്ക് കേട്ടോ. അപ്പൊ ഇപ്പൊ ക്ലാസ് കട്ടാവും. അപ്പൊ ഈ പോയ ഒന്ന് വായിച്ചിട്ട് വരും കേട്ടോ എല്ലാവരും. അതേപോലെ നമ്മുടെ കഴിഞ്ഞ ലെസന്റെ മീനിങ്, ഓപ്പോസിറ്റ് വേർഡ്, പിന്നെ ഏതാ ഉള്ളത്? ചേർത്തെഴുതുകയും പിരിച്ചെഴുതുകയും നോട്ടിലേക്ക് എഴുതുകയും ചെയ്യുക. ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. എനിക്ക് എത്തിച്ചിട്ട് എഴുതണ്ട. ഓക്കെ, ബൈ. ഇതൊന്ന് വായിക്കണം. അതുപോലെ മറ്റേ പാഠത്തിലെ എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ആക്കണം. ബൈ. ബൈ, ബൈ മിസ്.